വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് പല തെളിവുകളും ഇതിനോടകം തന്നെ നിരത്തിക്കഴിഞ്ഞു. കണക്കുകളും മറ്റ് റിപ്പോർട്ടുകളും ഇതിനെ സാധൂകരിക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിലും മഹാരാഷ്ട്രയിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. മുൻകാലത്തെ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഈ ക്രമക്കേടുകൾ ആർക്കും ബോധ്യമാകുന്നതാണ്. മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ ചില ഇടപെടലുകൾ ഇത് അടിവരയിടുന്നുമുണ്ട്. 2019 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ 32 ലക്ഷം വോട്ടർമാരെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലെ 5 മാസത്തിനുള്ളിൽ 39 ലക്ഷം വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ അന്ന് ഉന്നയിച്ച വിഷയം. വോട്ടവകാശമുള്ളവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടർമാർ എങ്ങനെ വന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 5 മാസം കൊണ്ട് കൂട്ടിച്ചേർത്ത വോട്ടർമാരുടെ എണ്ണം 5 വർഷത്തെ വോട്ടർമാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. 2019 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയിൽ 32 ലക്ഷം വോട്ടർമാരെ ചേർത്തിട്ടുമുണ്ട്. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലായിട്ട് 39 ലക്ഷം വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത്. ആരാണ് അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വോട്ടർമാർ? അവർ എവിടെയുള്ളവരാണ്? എവിടെ നിന്നാണ് വരുന്നത്? സർക്കാർ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ പ്രായപൂർത്തിയായ ജനസംഖ്യ 9.54 കോടിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് മഹാരാഷ്ട്രയിൽ 9.7 കോടി വോട്ടർമാരാണുള്ളത്. ഇതിനർത്ഥം മഹാരാഷ്ട്രയിൽ പ്രായപൂർത്തിയായ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാര് ഉണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആരോപണം. ഈ കണ്ടെത്തലുകളെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കരണം തള്ളിയിരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ് നമ്പറുകളോ വ്യാജമോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരോ അല്ല എന്ന ഒറ്റവാക്കിൽ മറുപടി നൽകിയാണ് കമ്മീഷൻ ആരോപണങ്ങളിൽ നിന്നും തലയൂരിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് നൽകിയിട്ടുള്ള ഒരേ നമ്പറുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലും പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച ആശങ്കകളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. കേന്ദ്രീകൃത സംവിധാനം സ്വീകരിക്കുന്നതിന് മുൻപ് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ഒരേ ആൽഫ ന്യൂമറിക് സീരീസ് ഉപയോഗിച്ചതിന്റെ ഫലമായിരിക്കാം EPIC നമ്പറുകളുടെ തനിപ്പകർപ്പ് ഉണ്ടായത് എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. വോട്ട് രേഖപ്പെടുത്താനുള്ള വോട്ടറുടെ യോഗ്യത നിർണ്ണയിക്കുന്നത് EPIC നമ്പർ മാത്രമല്ല എന്ന് കമ്മീഷൻ ആവർത്തിക്കുന്നുണ്ട്. EPIC നമ്പർ പരിഗണിക്കാതെ തന്നെ ഏതൊരു വോട്ടർക്കും അവരുടെ സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ ഉള്ളവരുടെ നിയുക്ത പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ. അവിടെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്, മറ്റെവിടെയെങ്കിലും ഇല്ല എന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. വ്യത്യസ്ത സംസ്ഥാന UT CO ഓഫീസുകൾക്ക് സമാനമായ EPIC നമ്പറുകൾ നൽകാൻ മുമ്പ് അനുവദിച്ചിരുന്ന വികേന്ദ്രീകൃത സംവിധാനത്തിൽ നിന്നാണ് ഈ പ്രശ്നം ഉടലെടുത്തത് എന്നും കമ്മീഷൻ പറയുന്നുണ്ട്. ഇത് സംസ്ഥാനങ്ങളിലുടനീളമുള്ള വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങളിൽ നമ്പറുകൾ ആവർത്തിക്കുന്നതിന് കാരണമായെന്നും അതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന്റെ കാതലെന്നും പറഞ്ഞ് കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ്. ഭരണകക്ഷി സർക്കാർ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ വിശദീകരണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ കൂടുതൽ വോട്ടർമാരെ ചേർത്തത് ഫലത്തെ സ്വാധീനിക്കാനാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. ഇതിനെ മറികടക്കാനാണ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വായടയ്ക്കാനുള്ള നീക്കം നടത്തിയത്. എന്തായാലും ഇത്തരത്തിലുള്ള വിശദീകരണം നൽകിയത് വഴി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും സമ്മതിക്കുക കൂടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്.